ഗൈസ്, അപ്പൊ ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സബ് വൂഫർ നമ്മുടെ ഇവിടുത്തെ റൂമിന്റെ അകത്തുള്ള അക്കൂസ്റ്റിക് സംഭവങ്ങളൊക്കെ മൊത്തം പൊളിച്ച് പണിയാൻ വേണ്ടി പോവാണ്. സംഗതി വേറൊന്നുമല്ല, പൊടിശല്യമാണ് അതിന്റെ മെയിൻ കാരണം. ഇത്രയും പൊടി റൂമിന്റെ അകത്ത് എവിടെ നിന്നാണ് ദൈവമേ എന്ന് ഞാൻ ഓർത്തിരിക്കുമ്പോഴാണ് സബിന്റെ സൈഡ് ഒന്ന് നോക്കിയത്. ഈ റൂമിൽ ആകെ ഉള്ളത് 2 കാർപ്പറ്റും 2 മാറ്റും പിന്നെ ഇതേപോലെ 2 സബ് വൂഫർ, അങ്ങനെ കുറച്ച് കിടുതാപ്പുകൾ മാത്രമേ ഉള്ളൂ. പൊടി വലിച്ചു കയറ്റി അവസാനം തുമ്മലും ജലദോഷവും കഴിഞ്ഞ് ആസ്മ സ്റ്റേജിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ കാര്യം സീരിയസ് ആയിട്ട് എടുത്തത്. ടിഷ്യൂ പേപ്പറിന്റെയും കാർപ്പറ്റിന്റെയും വേസ്റ്റാണ് ഇങ്ങനെ എ സിയിലൂടെ റൊട്ടേറ്റ് ചെയ്ത് വന്ന് വീണതാണ് ഞാൻ ആദ്യം കരുതിയത്. പിന്നെയാണ് ഞാൻ എൻ്റെ 12 ഇഞ്ചിന്റെ JBL അല്ല, ആക്ച്വലി ഞാനത് അസംബിൾ ചെയ്ത 500 RMSന്റെ ഹാൻഡ് മെയ്ഡ്, അതായത് അസംബിൾഡ് സബ് വൂഫർ എന്നൊക്കെ പറയും, നാടൻ സാധനം. അവൻ്റെ അകത്ത് ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് കുത്തിക്കയറ്റി ഡാമ്പ് ചെയ്യാൻ വേണ്ടി വെച്ചതെന്ന് വെച്ചാൽ പോളിഫില്ലായിരുന്നു എനിക്ക് പണി തന്നിരുന്നു വെച്ചത്. എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള പണിക്കാരനാണെങ്കിൽ പോലും, എത്ര വലിയ സൗണ്ട് എഞ്ചിനീയർ ആയെങ്കിൽ പോലും അവരിപ്പോഴും ഈ സാധനത്തിൻ്റെ അത് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ദിവസം എൻ്റെ റൂം തുടക്കാതെ ഇരുന്നാലും മാത്രം വരുന്ന അത്രയും പൊടിയാണ്. എനിക്കിത് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ 2 വർഷം കൊടുത്തു. അപ്പോൾ സൗണ്ടിനെ കുറിച്ച് ഒരു തേങ്ങ അറിയാൻ പാടാത്ത സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അവരിപ്പോഴും വീടിനുള്ളിലെ പൊടിയാണ്, മാറാമ്പലാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കഴിച്ചു കൂടുന്നുണ്ടാവും. ബിഗിനേഴ്സിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സബ് വൂഫറിൻ്റെ ബോക്സ് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെക്രോൺ അല്ലെങ്കിൽ പോളിഫിൽ യൂസ് ചെയ്യാതെ അക്കൂസ്റ്റിക് ഫോം ഉള്ളിൽ വെച്ച് ഡാമ്പ് ചെയ്യാൻ നോക്കുക. സംഗതി നമ്മൾ ഈ പറ്റിയെന്ന് അറിഞ്ഞോടെ വേറെ അധികം ചിന്തിക്കാനൊന്നും നിന്നില്ല. അകത്തുണ്ടായിരുന്ന ഇലക്ട്രോണും പോളിഫിലും എല്ലാം വലിച്ചു കീറി പുറത്തിട്ട് ചുറ്റുമുള്ള കവറും കൂടി കീറി കളഞ്ഞപ്പോൾ കുറച്ചൊക്കെ മെനയായി. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന 12 ഇഞ്ച് സബ് വൂഫറിന്റെ ബോക്സ് ഒക്കെ ഒന്ന് ഇതുപോലെ വലിച്ചു കീറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം വൃത്തിയായിട്ട വുഡിട്ടാണ് അവരുണ്ടാക്കുന്നത്. 2020 ഈ ബോക്സ് വാങ്ങുമ്പോൾ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് 1600 രൂപ പൊട്ടിയായിരുന്നു. ഇന്ന് പിന്നെ റീമേക്ക് ചെയ്ത് അത്യാവശ്യം ബ്ലാക്ക് ഗ്ലോസി പിന്നെ ക്ലിയറും കൂടി അടിച്ച് SVSന്റെ ക്വാളിറ്റിയിൽ പോട്ടെ, ചുമ്മാ തള്ളിയതാണ്. എന്നാലും കാണാൻ അത്യാവശ്യം നല്ല മെനയായിട്ട് ഒരു സീൽഡ് സബ് വൂഫറായിട്ട് എൻ്റെ ഒറിജിനൽ JBL കയറ്റി സെറ്റാക്കി വെച്ചേക്കുന്ന കോലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഒറിജിനൽ JBL സബ് വൂഫറിൽ ഡൈനിറ്റിയുടെ ഡസ്റ്റ് പൊട്ടിച്ചതാണ്, ആരും തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്യാൻ തോന്നിയപ്പോൾ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബോക്സുകളിലൊന്നും നിങ്ങൾ പോയി ചാടി കാശ് കളയാതിരിക്കുക. വെറും 1000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രാപ്പിൽ നിന്ന് പ്ലൈവുഡിൻ്റെ പീസ് കിട്ടുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡയമെൻഷൻസ് മാത്രം ഒന്ന് കോപ്പി ചെയ്താൽ മതി. അപ്പോൾ ആരും തരാത്ത ഇൻഫർമേഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ. ബൈ.